കൊണ്ട് അദബുൻ ഹസനുൻ, നല്ല മര്യാദ, ഗുഡ് ബിഹേവിയർ, ഗുഡ് കൾച്ചർ, ഗുഡ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് പഠിക്കുന്ന ഏറ്റവും വലിയൊരു മർക്കസ്, ഒരു കേന്ദ്രം, ഒരു ശിരാമണ്ഡലമാണ് ഈ മതകലാലയം. അതുകൊണ്ട് ഈ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി എൻ്റെ ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കണം. ഇതിൻ്റെ OSF ഓൾഡ് സ്റ്റുഡൻറ് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇറങ്ങിത്തിരിക്കണം. അവരൊക്കെ ഈ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി മുന്നണി പോരാളികളെ പോലെ ഈ ദൗത്യം വിജയിക്കുന്ന ശ്രമങ്ങൾക്കൊക്കെ കൊടി പിടിക്കാൻ അവർ സന്നദ്ധരായി മുന്നോട്ട് വരണം. നമ്മുടെ മദ്രസയിലൂടെ നമ്മുടെ കുട്ടി ഒരു ഹർഫ് പഠിച്ചാൽ നാളെ ഞാൻ പറയുന്നു അങ്ങാടിക്കവലയിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുമ്പോ അവനെ പിഴപ്പിക്കാൻ ഒരാൾക്കും സാധിക്കൂല. അവന്റെ ഖൽബിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. ഇന്ന് വളരെ പ്രശ്നമല്ലേ? റാഹിയിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് റാഹി റാഹി എന്ന് പറഞ്ഞിട്ട് വാപ്പ വിളിക്കുന്ന ഒരു ദാരുണമായ രംഗം സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചു. എന്തായിരുന്നു അതിന്റെ ദയനീയത? ഒരു പിതാവിന്റെ ദയനീയത. 10-17 വയസ്സ് വരെ തന്റെ മകളെ ആറ്റുനോറ്റു പോറ്റിയിട്ട് ഏതോ ഒരു സുപ്രഭാതത്തിൽ അവളെ കയ്യിലേക്ക് മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും പഠനത്തിന്റെ പേരിലാണെന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു. 10 ദിവസം കൊണ്ട് റിസൾട്ട് മാറി. പിന്നെ അവള് വന്നാണ്ട് പറയാൻ, എനിക്കൊരു കാമുകനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ അവന് കൊടുത്തത് മനസ്സാണ്, എന്റെ മനസ്സ് പറിച്ചു കൊടുത്തിരിക്കുകയാണ്, ഹൃദയം പറിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ആ രീതിയിൽ ട്രാപ്പിലാക്കപ്പെട്ട കുട്ടിയെ ഈ കാമുകൻ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവൾ ഉപ്പയെ മറന്ന്, ഉമ്മയെ മറന്ന്, ഖബറ് മറന്ന്, സിറാത്ത് മറന്ന്, ദീന് മറന്ന്, എല്ലാം മറന്ന്. പേരാമ്പ്രയിലെ അൻഷിത എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ വർഷം ഗൗതമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ സാഹചര്യത്തില് അത് സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു. ഈ ആഘോഷ പരിപാടികളൊക്കെ ഒന്ന് നിർത്തിവെച്ച് നമ്മുടെ മക്കൾ ഈ ചാടിപ്പോയതും വേലിച്ചാടിപ്പോയതും കൊട്ടിഘോഷിക്കുന്നതിനപ്പുറം ചാടിപ്പോകാതിരിക്കാനുള്ള പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന നൈതികതയുടെ സിദ്ധാന്തമാണ് മതകലാലയങ്ങളിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. അത് വീട്ടിൽ ശരിക്കും പ്രസരണം ചെയ്യപ്പെടണം. എന്റെ മോനാരാണ്, എന്റെ മോളാരാണ്, എന്റെ മോൻ ആരാവണം, എന്റെ മോള് എന്താവണം എന്ന് തീരുമാനിക്കുന്ന ഒരു നീതിദായകമായ പക്വതയുടെ നിലപാട് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ തീരുമാനത്തിലെടുക്കണം. അതുകൊണ്ട് ഇന്ന് 100 കണ്ണുണ്ടായാലും ശരിയാവില്ല. ഇവിടെ വന്നിട്ടൊരു കുട്ടി യാതൊരു റിസ്ക് ഇല്ലാതെ പഠിക്കുക.